കേരളത്തിൽ നടന്ന എല്ലാ സ്ത്രീപീഡന കേസുകളിലും ഇൻഫ്ലുവൻഷ്യലായ റിച്ചായ പവർഫുള്ളായ ആൾക്കാർക്ക് കൃത്യമായിട്ട് ഇതുപോലെ തെളിവില്ലാതെയും എല്ലാ തവണയും ഇത്തരം ആളുകൾ ഇത് മറികടന്ന് പോകുന്നത് ആവർത്തിച്ച് കാണുകയാണ്. ഇതിൻ്റെ പാറ്റേൺ ഞാൻ മറ്റ് ചാനലുകളിലും അത് തന്നെ പറയായിരുന്നു. 97 ഐസ്ക്രീം പാർലർ കേസ് നടന്നത്. അതിനുശേഷം 11 മറ്റാണ് അതിൻ്റെ വിധി പ്രസ്താവം നടക്കുമ്പം എങ്ങനെയാണോ ആ കോടതി പ്രമിസിൽ വെച്ച് ലഡു വിതരണവും ഈ ഗൂഢാലോചന എനിക്കെതിരായിരുന്നു എന്ന് കുറ്റാരോപിതനായ ആൾ സംസാരിച്ചതും അതേ ഭാഷയിൽ അത് തന്നെ നമ്മളിവിടെ കാണുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ കുറ്റാരോപിതനായിട്ടുള്ള ആൾ പറയുന്നത് ഇതിന് പിന്നിൽ മറ്റൊരു ഗൂഢാലോചന ഉണ്ട്, അത് എനിക്കെതിരായിരുന്നു. ഐസ്ക്രീം പാർലർ കേസിൽ അത് അജിത കുറച്ച് പരാതിക്കാരെ കെട്ടി എഴുന്നള്ളിച്ച് കോടതിയിൽ കൊണ്ടുപോയി രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കൽ തീർക്കാനായിരുന്നു എന്നാണ് വാദമെങ്കിൽ ഇവിടെ അത് വേറൊരാളുടെ പേര് പറയുന്നു എന്ന് മാത്രം. ബാക്കി എല്ലാ പാറ്റേണും ഒന്ന് തന്നെയാണ്. ഇതിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ നിലയ്ക്കും ഈ യാത്രയിലുടനീളം ഈ അതിജീവിതയെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ കണ്ടത്. അവർക്ക് ഒരു വിധത്തിലും ഫീലിംഗ് അറ്റ് ഹോം എന്ന് പറയുന്നത് ഒരു കോടതിയിലും അവർക്ക് കിട്ടിയിട്ടില്ല. അവർക്ക് എല്ലാ സ്ഥലത്തു നിന്നും തിരിച്ചടികളാണ്. അവരുടെ സ്വന്തം സംഘടന അവർക്ക് അതിനനുവദിച്ചിട്ടില്ല. എല്ലാ സ്ഥലത്തും അവർ പരാതിപ്പെട്ടു എന്ന കുറ്റത്തിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടാണ് ഇരുന്നത് ഇപ്പം വരെ.